നമസ്കാരം. ലെഫ്റ്റ് സൈബർ കമാൻഡ് അവതരിപ്പിക്കുന്ന ദേശാഭിമാനി മുഖപ്രസംഗം വായിക്കുന്നത് പ്രദീപ് തിരുവല്ല. നവംബർ 23 തിങ്കൾ. UDF അന്വേഷണം ഭയക്കുന്നത് എന്തിന്? ബാർക്കോഴ കേസിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ വിജിലൻസിന് സംസ്ഥാന സർക്കാർ അനുവാദം നൽകിയിരിക്കുന്നു. ഇത് സംബന്ധിച്ച ഫയലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പിട്ടത് കഴിഞ്ഞ ദിവസമാണ്. ഗവർണറുടെയും സ്പീക്കറുടെയും അനുമതിക്കായി ഫയൽ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഇവരുടെ കൂടി അനുമതി ലഭിച്ചാൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തിന് തുടക്കമാകും. ഇതിൽ പ്രഥമദൃഷ്ട്യാ തെളിവ് കണ്ടെത്തിയാൽ കേസ് രജിസ്റ്റർ ചെയ്ത് തുടരന്വേഷണവും നടക്കും. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മന്ത്രിമാരും കോൺഗ്രസ് നേതാക്കളുമായ കെ ബാബു, VS ശിവകുമാർ എന്നിവർക്കെതിരെയാണ് വിജിലൻസ് അന്വേഷണം വരുന്നത്. ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശ് കഴിഞ്ഞ മാസം 19 നടത്തിയ പുതിയ വെളിപ്പെടുത്തലുകളാണ് വിജിലൻസ് അന്വേഷണത്തിന് ആധാരം. UDF ഭരണകാലത്ത് ബാർ ലൈസൻസ് ഫീസ് കുറയ്ക്കാനായി 20 കോടി രൂപ കോഴ കൊടുത്തുവെന്നായിരുന്നു ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ. അന്ന് KPCC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തലയുടെ കൈവശം KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ വെച്ച് 1 കോടി രൂപയും കെ ബാബുവിന് 1/2 കോടി രൂപയും VS ശിവകുമാറിന് 1/4 കോടി രൂപയും കോഴ നൽകിയെന്നും ബിജു രമേശ് മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ വിജിലൻസും ലോകായുക്തയും അന്വേഷിച്ച് തെളിവില്ലെന്ന് കണ്ട കേസുകളാണ് രാഷ്ട്രീയ പകപോക്കലിനായി വീണ്ടും കുത്തിപ്പൊക്കുന്നത് എന്ന രമേശ് ചെന്നിത്തലയുടെയും UDF നേതാക്കളുടെയും വാദത്തിന് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ല. കൈക്കൂലി നൽകിയ വ്യക്തി അത് വിളിച്ചു പറയുക മാത്രമല്ല, അത് പരാതിയായി എഴുതി നൽകുകയും ചെയ്തു. കോഴ കൊടുത്ത കാര്യം ബാർ ഉടമകളുടെ യോഗത്തിലാണ് ആദ്യം വെളിപ്പെടുത്തിയത്. ഈ ശബ്ദരേഖയടങ്ങിയ മൊബൈൽ ഫോൺ ബിജു രമേശ് കോടതിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കോടതിയിൽ ഹർജി സമർപ്പിക്കുകയും കോടതി സർക്കാരിന്റെ അഭിപ്രായം തേടുകയും ചെയ്തിട്ടുണ്ട്. പുതിയ അന്വേഷണം അനിവാര്യമാകുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പ്രാഥമിക അന്വേഷണത്തിന് സർക്കാർ അനുമതി നൽകിയിട്ടുള്ളതും. തന്റെ കൈകൾ ശുദ്ധമാണെന്നും അതിനാൽ ഏതൊരു അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ പറഞ്ഞ ചെന്നിത്തല അന്വേഷണം തടയാൻ ഗവർണറെ സമീപിക്കുകയാണുണ്ടായത്. 2 തവണ അന്വേഷിച്ച് തെളിവില്ലെന്ന് കണ്ട് എഴുതിത്തള്ളിയ കേസ് രാഷ്ട്രീയ പ്രേരിതമായാണ് വീണ്ടും അന്വേഷിക്കുന്നതെന്നും അതിനാൽ അന്വേഷണത്തിന് അനുമതി നൽകരുതെന്നുമാണ് ചെന്നിത്തല ഗവർണറോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അന്വേഷണത്തെ ചെന്നിത്തല ഭയക്കുന്നുവെന്ന് ഇത് വ്യക്തമാക്കുന്നു. അഴിമതിക്കെതിരെ ഒരു വോട്ട് എന്ന മുദ്രാവാക്യമുയർത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF നേതൃത്വം ആഹ്വാനം ചെയ്ത ഘട്ടത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവിനെതിരെയും മുൻമന്ത്രിമാർക്കെതിരെയും അഴിമതി കേസിൽ അന്വേഷണം വരുന്നത്. UDF-ൽ കോൺഗ്രസ് കഴിഞ്ഞാൽ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ 2 MLA-മാർ അറസ്റ്റിലായി. പാലാരിവട്ടം അഴിമതി കേസിലാണ് മുൻ പൊതുമരാമത്ത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് അറസ്റ്റ് ചെയ്യപ്പെട്ടതെങ്കിൽ ജ്വല്ലറി നിക്ഷേപകരെ വഞ്ചിച്ച കേസിലാണ് മഞ്ചേശ്വരം MLA MC കമറുദ്ദീൻ ഇരുമ്പഴിക്കുള്ളിൽ ആയത്. മറ്റൊരു ലീഗ് MLA KM ഷാജിയും അഴിമതി കേസിൽ അന്വേഷണം നേരിടുകയാണ്. ഈ ഘട്ടത്തിൽ അഴിമതിക്കെതിരെ വോട്ട് ചോദിച്ചാൽ ജനങ്ങൾ പരിഹസിക്കുമെന്ന് അറിയുന്നതിനാലായിരിക്കാം UDF പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ ഈ മുദ്രാവാക്യത്തെ കുറിച്ച് പരാമർശിക്കാതിരുന്നത്. ടൈറ്റാനിയം സോളാർ അഴിമതി കേസുകളും UDF-നെ വേട്ടയാടുകയാണ്. പ്രതിപക്ഷത്തിന്റെ എല്ലാ കുതന്ത്രങ്ങളെയും സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് ബാർക്കോഴ കേസിൽ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. സ്വതന്ത്രവും നീതിപൂർവവുമായ അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം.
ഇതോടെ മുഖപ്രസംഗം പൂർണ്ണമാകുന്നു. അഭിവാദ്യങ്ങൾ.